നമസ്കാരം. നാളെ കുചേല ദിനമാണ്. നാളെ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. നാളെ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും നിറയും. കുചേലനാണ് എങ്കിൽ പോലും കുബേരനായി മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്രമേൽ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. അതിന് ആവശ്യമുള്ളത് 1 രൂപയാണ്. തീർച്ചയായും ഈ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നാളെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ സമയം, അഥവാ ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരുന്നതായ ആ സമയം, അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. കൃഷ്ണപക്ഷ തൃതീയ സമയം വരുന്നത് ഡിസംബർ 17 10:56 മുതൽ ഡിസംബർ 18 രാവിലെ 10:06 വരെയുള്ള സമയമാകുന്നു. ബ്രഹ്മമുഹൂർത്തം വരുന്നത് 4:58 വെളുപ്പിന് 4:58 മുതൽ വെളുപ്പിന് 5:46 വരെയുള്ള സമയമാണ്. ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാകുന്നു. വൈകുന്നേരം അമൃതകാലം വരുന്നു. അതായത് ഈ 2 നേരം, അതായത് ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ വൈകുന്നേരം ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ അതോടെ തീരും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. രാവിലെ വെളുപ്പിന് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരമാണ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രധാനമായും ചെയ്യേണ്ടത് വിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക. അത് കഴിവതും നെയ്വിളക്കായിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നെയ്വിളക്ക് മാത്രമല്ല, ഭദ്രദീപം തന്നെ തെളിയിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന്, ശ്രേയസ്കരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. അതിനാൽ വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഭദ്രദീപം നിങ്ങൾ തീർച്ചയായും തെളിയിക്കുക. നാളെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിൽ ഇരുട്ട് പാടില്ല എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ ഭാഗങ്ങളിൽ വെളിച്ചം വേണ്ടതായിട്ടുണ്ട്. തുളസിത്തറയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. കാരണം ലക്ഷ്മി നാരായണ കടാക്ഷവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വസ്തു തന്നെയാണ് തുളസി. അതിനാൽ തുളസിക്ക് അത്രമേൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതാകുന്നു. അതിനാൽ തുളസിത്തറ നാളെ തീർച്ചയായും നിങ്ങൾ വൃത്തിയാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം, മഞ്ഞ പുഷ്പങ്ങൾ തുളസിയിലയോടൊപ്പം നാളെ ഭഗവാന് വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഐശ്വര്യവർദ്ധനവിനും സാമ്പത്തികമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ നിറയുന്നതിന് സഹായകരമായി തീരും. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 1 രൂപ നാണയം നിങ്ങളുടെ വലത്തെ കയ്യിൽ വെച്ച് ഞാൻ ഈ പരാമർശിക്കുന്ന വാക്ക് പറയുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും. സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. കാരണം ദുരിതങ്ങളാണ് അവിടെ അവസാനിക്കുക. കൂടാതെ ആരോഗ്യപരമായ ഉയർച്ച, ആയുസ്, സമ്പത്ത് സകലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ ഈ നാണയം എടുക്കുന്നതിന് മുൻപ് ആ നാണയം കഴുകി ശുദ്ധിയാക്കേണ്ടത് അനിവാര്യമാണ്. ശേഷം തുടച്ചെടുക്കുക. അതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. 108 തവണയാണ് നിങ്ങൾ ഉരുവിടേണ്ടത്. ശേഷം എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കുക. ഇനി അഥവാ വീടുകളിൽ പണം നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ പോലും കന്നിമൂലയിലുള്ള അലമാരിയിൽ ഈ നാണയം വയ്ക്കുന്നതും അവിടെ ആ അലമാരിയിൽ അല്പം പണം കൂടി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അടുത്ത മാസം 30 ബുധനാഴ്ച അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക. ദർശനം നടത്തുമ്പോൾ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും ശുഭം. സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ ദർശനം നടത്തുക. ഒപ്പം ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുക. സ്ത്രീകളാണ് എങ്കിൽ ഭാഗ്യസൂക്തം നടത്താം. പുരുഷന്മാരാണ് എങ്കിൽ പുരുഷ സൂക്തം നടത്തുന്നതായിരിക്കും അല്പം കൂടി ഉത്തമം. അതോടൊപ്പം ഭഗവാന് പാൽപായസം നിങ്ങൾ നടത്തണം. അത് മുൻകൂട്ടി ചീട്ടാക്കുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ അന്നേ ദിവസം ഭഗവാന് തുളസിമാല കൂടി ചാർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ഭഗവാന്റെ നടയിൽ തന്നെ ഈ നാണയം വെച്ച് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതായ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു. കൂടാതെ പുതിയ അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോയ അവസരങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പുതിയ അവസരങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമായി മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉയർച്ച, സൗഭാഗ്യം എല്ലാം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ നാണയം കഴുകിയതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ആ മന്ത്രങ്ങൾ എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ എന്നാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ എന്നാണ്. മന്ത്രത്തിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും. അർത്ഥം ഇപ്രകാരമാണ്: മഹായോഗിയും ഭക്തർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദ രൂപിയുമായ അല്ലയോ കൃഷ്ണ, എല്ലാം എനിക്ക് അധീനമാകട്ടെ എന്നാകുന്നു. മന്ത്രത്തിന്റെ അർത്ഥം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി തരും. അഥവാ സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ നടയിൽ നിൽക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മാറി ഇരുന്നു കൊണ്ടോ 108 ജപിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ഈ മന്ത്രം കൂടി ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ ആ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം ചെയ്യുക. പ്രത്യേകിച്ചും ഭഗവാന്റെ വിഗ്രഹത്തിൽ തുളസി വെള്ളം തളിച്ചതിന് ശേഷം ഭഗവാന് കളഭക്കുറി അണിയിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ അത് ഇരട്ടി ഫലദായകം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകുക. കൂടാതെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരോടോ ഈ കാര്യങ്ങൾ പറയുന്നത് ശുഭകരമല്ല. പുറത്തറിയാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകാം. എന്നാൽ വീട്ടിലെ മറ്റംഗങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. മറ്റ് വ്യക്തികൾ പുറമേയുള്ളവർ ഈ കാര്യങ്ങൾ അറിയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫലപ്രാപ്തി നിങ്ങൾ വിചാരിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. ഏവരുടെയും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.